മനസ്സിന് കുത്തുന്ന നോവാണ്. ഇത് സാധിച്ചു എന്നുള്ളിൽ സന്തോഷമാണ്. ഈ പ്രദർശനം ഇവിടെ ഒരുക്കി തന്ന ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി, ഇതിനുവേണ്ടി മുൻകൈയെടുത്ത് ആദ്യം ഒരു സംവിധായകനും ആവശ്യം സാമ്പത്തികമാണ്. അതിന് കയ്യഴഞ്ഞ് സഹായിച്ച പ്രിയപ്പെട്ട വേണുചേട്ടൻ, ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ച നന്ദകുമാർ, ഇതിൻ്റെ സംവിധായകൻ ശ്രീ രാജേന്ദ്ര വർമ്മൻ, എല്ലാത്തിനും ഉപരി ഈ ഒരു ഡോക്യുമെൻ്ററിയുടെ ആരംഭവുമായി എന്നെ ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ശ്രീവിദ്യ വർമ്മ, രാജേന്ദ്ര വർമ്മൻ്റെ വൈഫാണ്. പി ജയചന്ദ്രൻ എന്ന വ്യക്തി ഓരോ വ്യക്തിയിലും വ്യത്യസ്തത സൃഷ്ടിക്കുന്ന മറ്റൊരു വ്യക്തിയാണ്. ഒരിക്കലും ഈ ഇരിക്കുന്ന ഈ വേദിയിലെ എല്ലാവർക്കും പി ജയചന്ദ്രൻ എന്ന വ്യക്തി ഒരിക്കലും ഒരേപോലെ കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമല്ല. ഓരോ വ്യക്തിയുടെ സ്വഭാവവും അവരുടെ ആഗ്രഹങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മഹാനായ മനുഷ്യനാണ്. ഒരു ഗായകനെതിരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 17 വർഷം, ഏറ്റവും കുറഞ്ഞത് 200-200 മുകളിലും സ്റ്റേജ് പ്ലേ ചെയ്ത ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്. സ്റ്റേജ് എനിക്കൊരിക്കലും ഒരു ഭയമുള്ള പ്രതലമേ അല്ല. പക്ഷേ ജയേട്ടനെ കുറിച്ച് സംസാരിക്കാൻ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നു. മാക്സിമം ഞാൻ ഒഴിവാകാറുണ്ട്. സാധാരണ എനിക്ക് വാക്കുകൾ ഉണ്ടാവില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഞാൻ അനാഥനല്ല എന്നെ ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന, എൻ്റെ മനസ്സിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജയേട്ടൻ. ജനുവരി 9 ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും നിശബ്ദമായിട്ടുള്ളതും അനാഥമാണെന്ന് എനിക്ക് എൻ്റെ മനസ്സ് പലപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജയേട്ടനെ കുറിച്ച് പറയുക എന്നുള്ളത് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു 8-10 കൊല്ലം മുമ്പാണ് ജയേട്ടൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് നാടകങ്ങളുടെ എഴുത്തൊക്കെ എനിക്ക് പരിചയമുള്ളൂ. അത് ശേഷം പിന്നെ കുറച്ചും കൂടി അത് വിപുലമാവാൻ വേണ്ടിയാണ് മനോഹരമാൻ്റെ വീട്ടിലാണ് ഞാൻ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങുമായി സ്റ്റാർട്ട് ചെയ്ത് മനോഹരമാൻ്റെ വീട്ടിലൊരു നൈറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സ്റ്റേ ചെയ്ത് എഴുതി തുടങ്ങി. ഞാൻ യാത്ര ചെയ്ത് ഇവിടെ എത്തുമ്പോഴാണ് എന്നെക്കാൾ എത്രയോ മുമ്പ്, ഒരു 30 കൊല്ലം മുമ്പെങ്ങാണ്ട് ജയേട്ടനെ കുറിച്ച് ആഗ്രഹിച്ച് ഡോക്യുമെൻ്ററി ചെയ്യാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി കാത്തിരുന്ന ഒരു സിനിമയേക്കാൾ കൂടുതലൊരു സിനിമയുടെ പ്രവർത്തകനായ അദ്ദേഹം രാജേന്ദ്ര വർമ്മൻ ആഗ്രഹിച്ചു എന്ന് വിദ്യ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ചിന്തകൾ എത്രയോ ചെറുതാണ് എന്നെനിക്ക് തോന്നിയത്. എങ്കിൽ പോലും ആ സംവിധായകൻ്റെ എൻ്റെ DOPയുടെ എല്ലാം ഒരു നല്ല മനസ്സുകൊണ്ട് എൻ്റെയും കുറേ വിഷ്വലുകൾ, ഇതിൽ വീഡിയോസും അതുപോലെ സ്റ്റിൽസും, ഇതിൽ കണ്ട പല സ്റ്റിൽസും എൻ്റെ പല ഷോയിലൊക്കെ കണ്ടിട്ടുള്ള സ്റ്റിൽസാണ്. അങ്ങനെ എല്ലാവരും പറയും ജയേട്ടനോട് ടഫാണെന്ന് പറയും. പക്ഷെ ഞാൻ മലയാളത്തിൽ ഇന്ന് പാടിക്കൊണ്ടിരിക്കുന്ന, ഇപ്പം പാടി തുടങ്ങിയിട്ടുള്ള ഒരു ഗായകരുടെ പോലും ഇനിയൊരു ഷോ ഞാൻ ചെയ്യാൻ ബാക്കിയില്ല. ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ക്ലാസിക് പാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മഹാന്മാരെയും ഞാൻ ഷൂട്ട് ചെയ്ത്, ഇപ്പം ഈ മനോരമയുടെ ക്ലിപ്പിങ്സ് കണ്ടതെല്ലാം മനോരമയുടെ ഫ്ലോറിലൊക്കെ പലപ്പോഴും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളതും എൻ്റെ ക്യാമറകൾ പോയിട്ടുള്ളതൊക്കെയുള്ള വർക്കുകളാണ്. അതിൽ ഏറ്റവും ഈസി എന്നെ സംബന്ധിച്ചിടത്തോളം പി ജയചന്ദ്രൻ എന്ന മഹാനായ മനുഷ്യൻ്റെ ഷോ ചെയ്യുന്നതിലാണ്. സുപ്രഭാതം എന്നൊരു ഗാനം ഞാൻ ഒരിക്കലും ലിസ്റ്റ് ചെയ്യുമ്പോൾ ലിസ്റ്റ് ചെയ്തിടാറില്ല, എഴുതാറില്ല. പക്ഷേ ജയേട്ടൻ എൻ്റെ എല്ലാ ഷോയിലും സുപ്രഭാതം ആദ്യം പാടുകയും ഇൻസ്ട്രുമെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഷോ കഴിയുമ്പോൾ ചെമ്പകമല്ല നീ ഓമനെ എന്നുള്ള പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് വെറുതെ മൗനമായി പാടിത്തരികയും ചെയ്ത ഒരുപാട് വേദികൾ ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാതൃഭൂമിയിൽ എഴുതുമ്പോൾ എഴുതിയിരുന്നു ഹൃദയം കണ്ടൊരു സെൽഫി എന്ന്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാരണം ഞാൻ 3 സ്വപ്നങ്ങളെ എൻ്റെ ജീവിതത്തിൽ വിട പറയുന്നതായി കണ്ടിട്ടുള്ളൂ. അതിൽ ആദ്യത്തേത് എൻ്റെ അച്ഛൻ യാത്ര പറഞ്ഞു പോകുമ്പോഴാണ് ഭൂമിയിൽ നിന്ന്. ഞാനൊരു ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ എന്നോട് വന്ന് യാത്ര പറഞ്ഞ് ഞാൻ പോകുന്നു എന്ന് പറയുന്നു. എൻ്റെ അച്ഛൻ ഒരു കിലോമീറ്ററുകൾക്കപ്പുറം എൻ്റെ വീട്ടിൽ മരണം സംഭവിച്ചു. പിന്നീട് ഞാൻ കണ്ടൊരു സ്വപ്നം ബാബ സമാധിയാവുന്ന സമയത്താണ്. എൻ്റെ ഒരു വലിയ ഷോ നടക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി എന്നോട് പറഞ്ഞു മാധവ സേവയാണ് മാനവ സേവ. ഇനി വരുന്ന എല്ലാ ബന്ധങ്ങളും നിന്നെ എന്നിലൂടെ കാണണം എന്ന് പറഞ്ഞ അദ്ദേഹം ഞാൻ പോകുന്നു, എൻ്റെ ശരീരം മാത്രമാണ് യാത്ര വന്നിട്ട് ചൈതന്യം ഭൂമിയിലുണ്ടെന്ന് പറയുന്നു. ഒരുപക്ഷെ ആ ബാബയുടെ ഒരു ചൈതന്യത്തിൽ തന്നെയാണ് വേണുചേട്ടനും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു ചരിത്രവും അങ്ങനെ തന്നെയാണ്. ജയേട്ടൻ
പല ദിവസം എന്നെ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ജയേട്ടനുമായിട്ടുള്ള എല്ലാ യാത്രകളിലും ഹോസ്പിറ്റലിലും ഒക്കെ ഞാൻ ഒപ്പം ഉണ്ടാവാറുണ്ട്. ഈ ഒരു അവസ്ഥയിൽ കാണാനുണ്ടായിരുന്നൊരാഗ്രഹമായിട്ട് ഞാൻ ഇവിടുന്ന് മൂന്നാറിൽ പോകുന്നു എൻ്റെ സ്ഥലത്തേക്ക്. ഞാൻ അവിടെ കിടക്കുമ്പോൾ വീണ്ടും സ്വപ്നം കണ്ട് ഞാൻ ചേന്നമംഗലത്ത് വീട്ടിലെത്തുന്നു. അന്ന് വെളുപ്പിന് ഞാൻ ജയേട്ടൻ വീട്ടിൽ വന്നാൽ കിടക്കാറുള്ള ആ മുറിയിൽ ആണ് ഞാൻ കിടന്നിട്ട് അവിടെ വന്നിരുന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് 2 പാട്ട് എനിക്ക് പാടിത്തന്നു. അതിലൊന്ന് സുപ്രഭാതവും ഒന്ന് ചെമ്പകമല്ല നീ ഓമല എന്ന ഗാനവുമാണ്. അദ്ദേഹം വിളിച്ച് ഞാൻ കുളി കഴിഞ്ഞ് നാമം കഴിഞ്ഞു താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ പെങ്ങളോട് ഞാൻ പറഞ്ഞു, പെങ്ങൾ പറഞ്ഞു ഏറ്റവും സ്നേഹമായിട്ട് നമ്മളുടെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് വന്നിരുന്ന ഇതാണ് ജയേട്ടൻ. അതുകൊണ്ട് ജയേട്ടൻ നമുക്ക് ഗായകൻ മാത്രമല്ല നമ്മുടെ ഗുരുവും കൂടിയാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ പോയി കാണണം, അനുഗ്രഹം വാങ്ങണം എന്ന് പറഞ്ഞ് ഞാൻ ജയേട്ടൻ്റെ വീട്ടിലെത്തുന്നു. ഉച്ചവരെ ഞാൻ കണ്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ ജയേട്ടന് ഇഷ്ടപ്പെട്ടിരുന്നത് ഉച്ചക്കലത്തെ ഭക്ഷണമാണ്. തൈര് കൂട്ടി കടുമാങ്ങ കൂട്ടി അത് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വിളിച്ച് അതിൻ്റെ കഥ പറഞ്ഞ് നമ്മളെ കൊതിപ്പിക്കുന്ന ജയേട്ടനോട് ഞാൻ പറയും, ജയേട്ട ഒരു ഭരണി കണ്ണിമാങ്ങ ഞാനിവിടെ ഇട്ട് വച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിനെ തർക്കിക്കുന്ന ഏറ്റവും ഒരു 6-7 വയസ്സിൽ കൂടുതൽ പ്രായം അദ്ദേഹത്തിന് വളർന്നിട്ടുണ്ടെന്ന് പലപ്പോഴും നമുക്ക് തോന്നില്ല. അപ്പം എൻ്റെ ഒരു രക്ഷിതാവിനെ നഷ്ടപ്പെടുന്നതോടൊപ്പം എനിക്ക് നഷ്ടപ്പെട്ടത് ഞാൻ കയ്യിലെടുത്ത് വളർത്തിക്കൊണ്ടിരുന്നൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിഷമം കൂടി എനിക്ക് കയ്യിലുണ്ട്. അപ്പം ഞാൻ ലളിത ചേച്ചിയോട് പറഞ്ഞു, ലളിത ചേച്ചി ഊണും കൂടി കഴിയട്ടെ എന്നിട്ട് ഞാൻ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ലളിത ചേച്ചി പറഞ്ഞു, ബാലു വന്ന് അടുത്തിരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ഊണ് കഴിഞ്ഞതിന് ശേഷമാണ് ജയേട്ടനെ പോയി കണ്ടത്. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് അനുഗ്രഹം വാങ്ങേണ്ട ആവശ്യമില്ല, കാരണം എപ്പോഴും എനിക്ക് ആ അനുഗ്രഹമുണ്ട്. എങ്കിൽ പോലും ഞാൻ ഫിസിക്കലി കാലിൽ തൊട്ടു. അത്രയും നേരം ഉണ്ടായിരുന്ന ജയേട്ടൻ ബാലു എന്ന് വിളിച്ചു. ഇവിടെ ഇന്ന് വേദിയിൽ ഉണ്ടാവേണ്ടിയിരുന്ന BK ഹരിനാരായണൻ എൻ്റെ ഒപ്പം വരണം എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നിട്ടുണ്ട്. ഞാൻ ജയേട്ട ഹരിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹരി എന്നൊന്ന് വിളിച്ചു. എന്നോട് ലാസ്റ്റ് പറഞ്ഞത്, വറക്കില്ലേ, ധാരാളം ഉണ്ടാവട്ടെ, വറക്കില്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ ചേട്ടൻ എഴുന്നേറ്റ് ഒരു ശബ്ദം നന്നായല്ലോ, നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പാട്ടുകൾ പാടൂലേ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ നോക്കിയിട്ട് കണ്ണിങ്ങനെ അടഞ്ഞു പോയപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഉറക്കം വരണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് ചോദിച്ചത്, ഇവിടെ ഉണ്ടാവുമോ നീ എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാൽ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാണ് അവസാനത്തെ വാക്ക്. എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ എഴുതിയിട്ടുള്ള സത്യമാണ് ഇതിൽ. അങ്ങനെ യാത്ര പറഞ്ഞ് പോയത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അപ്പം ഞാൻ വീട്ടിലേക്ക് പോകണോ വേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ 2 വ്യക്തികൾ എന്നെ തടഞ്ഞു നിർത്തിയാണ്. വൈകിട്ട് 6 മണി വരെ ഞാൻ നിൽക്കുന്നു. 6 മണിക്ക് ലളിത ചേച്ചി വിളിക്കുന്നു. അമല ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു ഡ്രസ്സ് മാറ്റിക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലും എനിക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞു. അവിടെ നിന്ന് അദ്ദേഹത്തിനെ ചേന്നമംഗലം വരെ എത്തിക്കുന്നതിലും ഇന്നെൻ്റെ വീടിൻ്റെ ഞാൻ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ ജനല തുറന്നിട്ടാൽ ജയേട്ടൻ്റെ ചിതയെരിഞ്ഞ ആ പറമ്പിലെ പച്ചപ്പിലേക്കാണ് ഞാൻ കാണുന്നത്. അവിടെ ഇന്നും സുപ്രഭാതം ആലപിക്കുന്നുണ്ട്. ഇനി പാടാൻ 200 ട്രാക്ക് എൻ്റെ ഹാർഡ് ഡിസ്കിൽ എൻ്റെ ബെഡ്റൂമിൽ സൂക്ഷിച്ചു വെച്ചിട്ടാണ് ജയേട്ടൻ യാത്ര പറഞ്ഞത്. ഇനി അത് പഠിക്കാൻ ആരുമില്ല സത്യത്തിൽ. എൻ്റെ വേറെ മ്യൂസിക് വർക്കുകളിലൊന്നും അതേപോലത്തെ ഒരു ശബ്ദമില്ല. പല്ലവിയേക്കാൾ മനോഹരമായ അനുപല്ലവിയും അനുപല്ലവിയേക്കാൾ നന്നായി ചരണവും ആലപിക്കുന്ന ഇനി ഒരു ഗായകനുണ്ടോ എന്ന് ചോദിച്ച ഒറ്റ പ്രാവശ്യം ഞാൻ സ്റ്റുഡിയോയിൽ വെച്ച് ചോദിച്ചിട്ടുള്ളൂ. ചേട്ടാ പല്ലവി കോപ്പി പേസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അന്നാണ് ആദ്യമായി എന്നെ ചീത്ത പറഞ്ഞത്. കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേറെ സിംഗറെ നീ കണ്ടുപിടിച്ചാൽ മതി, P ജയചന്ദ്രന് കോപ്പി പേസ്റ്റിൻ്റെ ആവശ്യമില്ല, എൻ്റെ പല്ലവി ഓരോ പ്രാവശ്യം ആവർത്തിക്കുന്നത് പലതായിരിക്കും എന്ന് പറഞ്ഞ് ആ ആലപിച്ച് കഴിഞ്ഞതിന് ശേഷം അതെപ്പോഴതിന് ശേഷം ഓർക്കുവാൻ ഓർമ്മതൻ പടിവാതിൽ ചാരി ഞാൻ ഓണനിലാവിൻ്റെ താഴെ നിൽപ്പു വരുമൻ ഗ്രാമത്തിൻ വഴിയോരം ചേർന്ന് നീ ഒരിക്കലും മായാത്ത ഓർമ്മകളായി എന്ന് ഞാൻ ജയേട്ടന് എഴുതി കൊടുത്ത വരികൾ ചരണമായിരുന്നു. അത് പാടി എത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, ഇതിൻ്റെ കഥ പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ കഥ മുഴുവൻ എന്നോട് ഞാൻ പറഞ്ഞ് സ്റ്റോറി പറഞ്ഞതിന് ശേഷം ആ പാട്ട് മുഴുവൻ വീണ്ടും സ്റ്റുഡിയോയിൽ കയറി പല്ലവി മുതൽ പാടി വീണ്ടും ശരണം പാടി കേട്ടിട്ട്, അത് എന്നെ പോലെ വളരെ ചെറിയൊരു എഴുത്തുകാരനാണ്, ഞാനും എഴുത്തുകാരനൊന്നുമല്ല, ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് എന്തെങ്കിലാണ്. അപ്പോൾ അത്ര പോലും ഒരു കവിതയെ ശ്രദ്ധിക്കുന്ന, ഒരു പാട്ടിനെ ശ്രദ്ധിക്കുന്ന, ഒരു മനുഷ്യനെ ശ്രദ്ധിക്കുന്ന, ഒരു ആത്മാവിനെ ശ്രദ്ധിക്കുന്ന, ഒരു ആത്മഗീതം ആലപിക്കുന്ന ഒരു വ്യക്തി ഇനി ഈ ഭൂമിയിൽ പിറന്നാൽ നമുക്ക് ഭാഗ്യമാണ്. ഒരുമിച്ച് സഞ്ചരിക്കണം എന്ന് ഞാൻ പറഞ്ഞത് ഈ വേദി പറയേണ്ടതാണ്. എന്നോട് എപ്പോഴും പറയണം, നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കേണ്ടത് രാമനാഥ മാഷിന്റെ വീട്ടിലേക്കാണ്, നീ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം. പല കാരണങ്ങൾ കൊണ്ട് അന്ന് പോകാൻ പറ്റാതെ ഞാൻ മനഃപൂർവ്വം വരാതിരുന്നല്ല. ഈ രേണു മാഡത്തിന് ഒരിക്കൽ ഫോണിൽ വിളിച്ചിട്ടുണ്ട് ഞാൻ ജയേട്ടൻ പറഞ്ഞിട്ട്, ഞങ്ങൾ തമ്മിൽ പരിചയമില്ല, ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ പോയി കാണണം. അത് ഞാൻ ഈ ഡ്രാമയൊക്കെ പറയുന്നതുകൊണ്ടാണ് തോന്നുന്നു. രാമനാഥ മാഷിനെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല. രാമനാഥ മാഷിൻ്റെ അടുത്തേക്ക് ഞാൻ സഞ്ചരിച്ച് എത്തിയിട്ടുമില്ല, കാരണം അതെന്തോ മിസ്സിങ് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട്
എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യയിലൂടെ രാജ്യനിർവഹണത്തിലൂടെ ഈ ഡോക്യുമെൻ്ററി ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു കടലിലെ ഒരു കുമ്പിൾ വെള്ളം മാത്രമാണിത്. പക്ഷെ ആ ഒരു കുമ്പിൾ വെള്ളം നമ്മുടെ കയ്യിലേക്ക് ഒരു തീർത്ഥജലം പോലെ ഒഴുക്കിത്തുന്ന പ്രിയപ്പെട്ട രാജേന്ദ്രവർമ്മൻ, ശ്രീവിദ്യ ആൻഡ് നന്ദകുമാർ ആൻഡ് ഫിലിം സൊസൈറ്റി വേണുചേട്ടൻ. താങ്ക് യു വെരി മച്ച്.